ഹമാസ് അവിടെ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനൊരു ഇസ്ലാമിക് നാറ്റോ അല്ലെങ്കിൽ മുസ്ലിം നാറ്റോ എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഹമാസും ഫലസ്തീൻ പോരാട്ട സംഘടനകളും ഒക്കെ ഒക്ടോബർ 7 നടത്തിയ ഓപ്പറേഷൻ തുഫാനുൽ അഖ്സ യഥാർത്ഥത്തിൽ അത് ഫലസ്തീൻ വിമോചന പോരാട്ടങ്ങളെ മുന്നോട്ട് നയിക്കുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ അതിനെ ഒരർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യങ്ങളെ പിറകോട്ട് വലിക്കുകയാണോ ചെയ്തത് എന്നുള്ളൊരു ഡിബേറ്റ് നടക്കുന്നുണ്ടല്ലോ. എന്താണ് തോന്നുന്നത് അതിൽ? തുഫാനുൽ അഖ്സ യഥാർത്ഥത്തിൽ ഒരു അനിവാര്യതയായിരുന്നു. കാരണം ഒരു ജനവിഭാഗത്തിന് ഇത്രയും വർഷം അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അടിമകളായി അല്ലെങ്കിൽ കോളനിവൽക്കരിക്കപ്പെട്ട് കഴിയുക എന്നത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2005 തെരഞ്ഞെടുപ്പിലാണ് ഈ ഹമാസ് ഗസയിൽ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം ജനിച്ച ഒരാൾ, അയാൾക്കിപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ബാലൻ അല്ലെങ്കിൽ ഒരു ബാലിക ഇപ്പോൾ 22-23 വയസ്സ് അല്ലെങ്കിൽ അത്രയുണ്ടാവും അല്ലേ. ഈ കാലം അളവ് മുഴുവൻ ഇവർ ജീവിച്ചിരിക്കുന്നത് ഒരു തുറന്ന ജയിലിലാണ്. എന്ന് പറഞ്ഞാൽ അവർ സ്വാതന്ത്ര്യം അറിയുന്നില്ല, അനുഭവിച്ചിട്ടില്ല. ഒരു കോളനി വൽക്കൃത അവസ്ഥയിലാണ് അവർ പോകുന്നത്. അപ്പോൾ ഇന്നും പരിഷ്കൃത സമൂഹത്തിന് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഗസയും ഫലസ്തീനും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം ഇവരൊന്നും, ഈ പാശ്ചാത്യ സമൂഹവും ഐക്യരാഷ്ട്രസഭയും ഒന്നും ഇടപെടാതെ അവിടെ നോക്കുകുത്തിയായി നിന്ന ഒരു സമയത്ത് 4ഓളം യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു ഗസയിലെ ഭരണകൂടത്തിന്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ ഒരു കൾമിനേഷൻ എന്ന് പറയാവുന്ന ഒരവസ്ഥയാണ് ഈ തൂഫാൻ അഖ്സ എന്ന് പറയുന്നത്. ഇത് നേരത്തെ തീരുമാനിച്ചെടുത്ത കാര്യം തന്നെയാണ്. നേരായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ വേരുകൾ അടിസ്ഥാനം ചിന്തിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ പോരാട്ടത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, ഇലാൻ പപ്പയെ പോലുള്ള ആളുകളൊന്നും ഈ ഹമാസിൻ്റെ, ഇലാൻ പപ്പ ഒരു ഇസ്രായേലി വംശജനാണ്, അദ്ദേഹത്തെ പോലുള്ള ആളുകളൊന്നും തന്നെ ഈ ഹമാസിൻ്റെ പോരാട്ടത്തെ തള്ളി പറഞ്ഞിട്ടില്ല. ചില ആളുകൾക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടം നടക്കുമ്പോഴുള്ള ചില സംഭവങ്ങളിൽ ചില എതിർപ്പുകൾ ഉണ്ടായെങ്കിലും അടിസ്ഥാനപരമായി ഇത് ഫലസ്തീനികളുടെ വിമോചന പോരാട്ടത്തിൻ്റെ ഭാഗം തന്നെയാണ്, സമരം തന്നെയാണ്. ആ അർത്ഥത്തിൽ അതിനെ കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ ശേഷം സംഭവിച്ചത് ഇത്രയും ആൾനാശം ഹമാസ് പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല. കാരണം അവർ കണക്കുകൂട്ടിയതിൻ്റെ അപ്പുറത്ത്. പക്ഷേ എങ്കിലും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് ഭീകരരെ മുട്ടുകുത്തിക്കാൻ അല്ലെങ്കിൽ അവരെ വരച്ചവരയിൽ നിർത്താൻ, അവരുടെ ഈ ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ട് അക്രമം നടക്കുന്നത് കുറേയൊക്കെ തടയാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് അതിൻ്റെ അവർ കൊലയുമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഞാൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇതൊരു അനിവാര്യതയായിരുന്നു. കാരണം ഇവരെ മോചിപ്പിക്കാനും മറ്റാരും തയ്യാറാവുന്നില്ല. ഒരു കരാർ ഒപ്പിട്ടിട്ടും കാര്യമില്ല. എത്രയോ കരാറുകൾ ഒപ്പിടുന്നു. മെഡ്രിഡ് കരാറുണ്ട്, വെയ് റിവർ കരാറുണ്ട്, അതുപോലെ തന്നെ ഓസ്ലോ കരാറുണ്ട്. ഇതൊന്നും തന്നെ ഈ ഫലസ്തീനികൾക്ക് അവരിച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം ഇല്ല. നമുക്കറിയാം, ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പാസ്സാക്കിയ 242 നമ്പർ 242 പ്രമേയം ഇപ്പോഴും പൊടി പിടിച്ച് കിടക്കുക. അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങണമെന്ന് 1967 പാസ്സാക്കിയ പ്രമേയമാണ്. രക്ഷാസമിതി പാസ്സാക്കുന്ന പ്രമേയം എന്ന് പറയുന്നത് എന്താണ്, അത് നടപ്പാക്കേണ്ടതാണ്. എന്ത് ബലപ്രയോഗം നടത്തിയിട്ടും നടപ്പാക്കേണ്ടതാണ്. പക്ഷെ ഇത്രയും കാലം നടത്തുന്നില്ല. അപ്പോൾ ഇതിന് പരിഹാരം ഇനി നേർക്ക് നേരെയുള്ള പോരാട്ടമല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ളതാണ്. അതാണ് ഹമാസ് നടത്തിയിരിക്കുന്നത്. പക്ഷെ ഹമാസ് അവിടെ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ പരാജയപ്പെട്ടിട്ടില്ല. വിജയിച്ചോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അതേസമയം പരാജയപ്പെട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഗസയിൽ ഹമാസിന് ഭരണം കിട്ടിയത് ഫലസ്തീൻ ജനതയുടെ പിന്തുണയോടെയാണല്ലോ. ഗസയിലല്ല, എൻ്റയർ ഫലസ്തീനിൽ, വെസ്റ്റ് ബാങ്കും ഗസയും ഉൾപ്പെടെയുള്ള ഫലസ്തീനിലാണ് ഹമാസ് അധികാരത്തിലിരുന്നത്. അതിനുശേഷമാണ് 2007 ഗസയിൽ ആഭ്യന്തര കുഴപ്പമുണ്ടാക്കാൻ ഫത്തഹ് നേതാവ് മഹ്മൂദ് അബ്ബാസിൻ്റെ നേതൃത്വത്തിൽ മുഹമ്മദ് ദഹ്ലാൻ എന്ന് പറയുന്ന ഒരു സൈനിക നേതാവ് അവിടെ ശ്രമിച്ചതിൻ്റെ പേരിലാണ് അവിടെ ആഭ്യന്തര കലാപം ഉണ്ടായതും ഗസ ഇവിടെ പിടിച്ചടക്കിയതും. യഥാർത്ഥത്തിൽ ഗസ പിടിച്ചടക്കിയെന്ന് പറയുന്നതിനോടും യോജിപ്പില്ല എനിക്ക്. കാരണം ഗസയും വെസ്റ്റ് ബാങ്കും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായിട്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഹമാസിനെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ മഹ്മൂദ് അബ്ബാസ് എന്ത് ചെയ്തു, ഹമാസിനെ ഈ ഭരണകൂടം ഹമാസിനെ പിരിച്ചുവിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് പിരിച്ചുവിട്ടായി പ്രഖ്യാപിച്ചു. അതോടുകൂടിയാണ് ഇവർ ഗസ ആക്കിയത്. വെസ്റ്റ് ബാങ്ക് അവരുടെ കയ്യിലുമായി. ഇങ്ങനെയാണ് നടന്നത്. പക്ഷേ
നമ്മൾ ചിന്തിക്കേണ്ടത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം ലോകചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഇപ്പോൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ANC യഥാർത്ഥത്തിൽ ഒരു പോരാട്ട സംഘടനയായിട്ടാണ് രംഗത്ത് വന്നത്. പിന്നീട് അവർ വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായി പോരാടി പിന്നീട് ANC ഒരു പൊളിറ്റിക്കൽ ഫാക്ഷനായി മാറി. പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ ഭരണം അവരുടെ കയ്യിലായി. നമ്മൾ അയർലൻഡിൽ, വടക്കൻ അയർലൻഡിൽ പിന്നെ ബ്രിട്ടനെതിരെ പോരാട്ടം നടത്തിയ കക്ഷിയാണല്ലോ പിന്നെ ഷിൻഫെയിൻ എന്ന് പറഞ്ഞാൽ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി എത്രയോ കൊല്ലങ്ങളായിട്ട് പോരാടുന്നു. പ്രൊട്ടസ്റ്റൻറ്റുകളും കാത്തലിക്കും തമ്മിലാണ് പോരാട്ടം. അവസാനം ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? അന്ന് പോരാട്ടം നടത്തിയതിൻ്റെ ഫലം പിന്നീട് അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയായ ഷിൻഫെയിനാണ് ഇപ്പോൾ വടക്കൻ അയർലൻഡിലെ ഭരണാധികാരി. അവർ കൂടെ വേറെ സഖ്യകക്ഷികളുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സംഭവം ഫലസ്തീനിൽ നടക്കേണ്ടതാണ്. അത് നിലവിലുള്ള സംഭവം വെച്ച് പോകുമ്പോൾ ഇനി അങ്ങോട്ട് ലോകം കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അധിനിവേശത്തിനെതിരെ കൂടുതൽ ശക്തിമായ പ്രതികരണം വരുമ്പോഴുകൂടി അത് സംഭവിക്കും. ചിലപ്പോൾ സമയത്തിൻ്റെ പ്രശ്നമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹമാസ് അതിൻ്റെ നിരായുധീകരണം വരെ സമ്മതിച്ച് നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഗസയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറുകയാണെങ്കിൽ നിരായുധീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് പിറകോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിരായുധീകരണം ഫലസ്തീനിയൻ മൂവ്മെൻറ്റ്സുകൾ യോജിച്ചെടുക്കേണ്ട ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു എന്നാണ് ആ തുടക്കത്തിലെ ഹമാസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് നിരായുധീകരണത്തിന് സന്നദ്ധരാണ്. ഹമാസ് മാത്രമല്ല, പല മൂവ്മെൻറ്റുകളും അങ്ങനെ ഉള്ളൊരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഫലസ്തീൻ ഫത്തഹിൻ്റെ കാര്യം എടുത്താൽ തന്നെ ഫത്തഹ് നേരത്തെ ഒരു മിലിറ്റൻ്റ് മൂവ്മെൻറ്റ് കൂടിയായിരുന്നല്ലോ. പക്ഷേ അതൊരു മിലിറ്റൻസിയിൽ നിന്ന് പിറകോട്ട് പോകുന്നപ്പോൾ സംഭവിച്ചത് ഒരു ചരിത്ര യാഥാർത്ഥ്യമായിട്ട് മുന്നിലുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ആ ഒരു പിന്മാറ്റം യഥാർത്ഥത്തിൽ ഫലസ്തീൻ വിമോചന പോരാട്ടങ്ങളെയൊക്കെ ഒരു ചുവടെങ്കിലും പിറകോട്ട് നടത്തിയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഹമാസും നിരായുധീകരണത്തിലേക്കും അത്തരം ഒരു പിന്മാറ്റത്തിലേക്കൊക്കെ പോകുമ്പോൾ ഫലസ്തീന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തന്നെ ദുർബലമാകുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത്? ഈ ഹമാസ് യഥാർത്ഥത്തിൽ ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻ്റാണ്. ആ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് അതിൻ്റെ കീഴിലാണ് പിന്നീട് അവർ ഇസുദ്ദീൻ അൽ ഖസാം എന്ന് പറയുന്ന ഒരു സൈനിക ബ്രിഗേഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ഹമാസ് പിന്നീട് അതിൻ്റെ രാഷ്ട്രീയ കാര്യ സമിതി വേറെയുമുണ്ട്. അങ്ങനെ പല ഘടകങ്ങൾ അവർക്കുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ലീഗലാണ്. അത് നിലനിൽക്കാൻ അർഹതയില്ല. അത് പൂർണ്ണമായും ഫലസ്തീൻ ആയി മാറണം എന്നതാണ് അവരുടെ ചാർട്ടറിൽ പറഞ്ഞിരുന്നത്. ആ ചാർട്ടറിൽ പറഞ്ഞിരുന്ന ആ ഭാഗത്തിൽ അവർ ചെറിയൊരു മാറ്റം വരുത്തി. പിന്നീട് അവർ ഹുദ്ന, അതായത് ദീർഘകാല വെടിനിർത്തൽ തയ്യാറ് എന്നുവെച്ചാൽ 99 വർഷം എന്ന് പറഞ്ഞാൽ ഒരു വെടിനിർത്തൽ അവർ സന്നദ്ധരായതായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിരുന്നു. അപ്പോൾ ഹമാസ് യഥാർത്ഥത്തിൽ അവരുടെ ആ നിലപാടിന് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ മുൻ പ്രസിഡന്റ് മുഹമ്മദ് അഹമ്മദി നജാദ് അദ്ദേഹം 2005 പറഞ്ഞത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം എന്നാണ് പറഞ്ഞത്. നജാദിനെ പറ്റി ഇപ്പോൾ വാർത്ത എത്രയോ ശരിയാണെന്നല്ല, ന്യൂയോർക്ക് ടൈംസ് എന്ന റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം ഇസ്രായേലിൻ്റെ ചില ആളുകളുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെ നിഷേധിച്ചു. പക്ഷേ ചില കാര്യങ്ങൾ പറയുന്നത് ഉണ്ട്, ഹംഗറിയിൽ പോയി മീറ്റ് ചെയ്തൊക്കെ പറയുന്നുണ്ട്. എനിവേ, അപ്പോൾ ചിലത് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇസ്രായേലിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഇന്നത്തെ അവസ്ഥയിൽ ചിലപ്പോൾ സാധ്യമല്ല ഒരു കാര്യം. രാജ്യത്തെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. അതേസമയം ഇസ്രായേലിലെ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തള്ള എന്ന ഒരു ലൈനിലേക്കെങ്കിലും വരണം. അതും ഇസ്രായേൽ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഹമാസ് യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ 20 പരിപാടിയിലാണല്ലോ ഇങ്ങനൊരു വാക്ക് പറയുന്നത്, ഹമാസ് നിരാകരിക്കപ്പെടണം. പക്ഷേ അതിനൊരു ക്ലോസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റ് ഐ അവരുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നതിന് അവർക്ക് കിട്ടിയ ഇതിൻ്റെ ഒരു കോപ്പി കിട്ടിയിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ അതിന് പൂർണ്ണമായും പിന്മാറിയാൽ മാത്രമേ ഞങ്ങൾ ആയുധം വെക്കുന്ന, അതാ ഒരു ക്ലോസ്. ഇസ്രായേൽ പൂർണ്ണമായിട്ടും പിന്മാറണം. രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഈ ആയുധം ഇസ്രായേലിനോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സമിതിക്കോ കൈമാറില്ല, മറിച്ച് ഫലസ്തീനി ഏത് അതോറിറ്റിയാണോ, ഇപ്പോഴത്തെ അതോറിറ്റിയല്ല ഉദ്ദേശിക്കുന്നത്, ഫലസ്തീനി സംവിധാനത്തിന് മാത്രമേ കൈമാറുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഇവർ ആയുധം പൂർണ്ണമായും ഇതാകണ ഇസ്രായേൽ പിന്മാറണം.
ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറി കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പ്രശ്നമില്ലല്ലോ, ഇസ്രായേലല്ലേ പ്രശ്നം. അപ്പോൾ ഇസ്രായേൽ പൂർണ്ണമായും ഗസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നൊക്കെ പിന്മാറിയതോടുകൂടി ഒരു സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് അത് കരുത്ത് പകരുന്നൊരു സംശയമില്ല. പക്ഷേ ഇസ്രായേൽ പിന്മാറണം, അതിപ്പോൾ നടക്കില്ല. നെതന്യാഹു ഉള്ളിടത്തോളം കാലം നടക്കില്ല. നെതന്യാഹു ഇപ്പോഴും നിലവിലുള്ള സ്ഥലത്ത് നിന്ന് പിന്മാറുന്നതിനെ പറ്റിയല്ല പറയുന്നത്, വിശാല ഇസ്രായേൽ എന്നാണ് പറയുന്നത്. അതാണല്ലോ സൗദി അറേബ്യയും തുർക്കിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒന്നും മുന്നിൽ കാണാതെ ഹമാസ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന്. കാരണം ഇപ്പോൾ അടുത്ത് അവരുടെ പുതിയ നേതാവായി തിരഞ്ഞെടുത്ത ഖലീൽ അൽ ഹയ്യ, അദ്ദേഹം വളരെ സമർത്ഥമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. പക്ഷെ പൂർണ്ണമായും ആയുധങ്ങൾ ഹമാസ് അടിയിറക്കുമെന്ന ഒരു വർത്തമാനമൊന്നും അതിലില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഗസയിൽ പുതിയ പോലീസ് സൈന്യം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ സംവിധാനം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടേണ്ടത് അവിടെയുള്ള ആളുകൾ തന്നെയാണല്ലോ മെയിനായിട്ട്, അല്ലാതെ വിദേശ നാളെ കൊണ്ടുവരില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസിൻ്റെ ആളുകൾ അതിൽ വരുമല്ലോ. അപ്പം ആയുധങ്ങൾ പൂർണ്ണമായും പിന്നെ അടിയറ വെച്ചു എന്നുള്ളത് അർത്ഥത്തിൽ അവർ പറയുന്നില്ല. ഇസ്രായേൽ എപ്പോൾ പോകുന്നുവോ അപ്പോൾ ഞങ്ങളുടെ ആയുധം കൂടി പോവാം, എന്നിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഒരു പിന്നെ സംവിധാനം ഉണ്ടാക്കാൻ. അപ്പോൾ ഹമാസിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ പിന്നെ ഷിൻഫെയിനൊക്കെ അധികാരത്തിൽ വന്നതുപോലെ ഹമാസിനും അതിനുള്ള സാധ്യത ഉണ്ടല്ലോ അങ്ങനെയുള്ള സംഭവം വരികയാണെങ്കിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എക്കാരും ആയുധമെടുത്ത് പോരാടുക എന്നതല്ലല്ലോ. ഇപ്പം മസ്ജിദുൽ അക്സ ഉൾപ്പെടെയുള്ള ഖുദ്സ് പൂർണ്ണമായും വിമോചനം കിട്ടണമെന്നുള്ളത് ഹമാസിൻ്റെ ആവശ്യമല്ല, മുസ്ലിം ലോകത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിൽ എല്ലാവരും പങ്കുചേരേണ്ടതുണ്ട്. ഒക്ടോബർ 7 ശേഷമുള്ള ഒരു ഫലസ്തീൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലാണെങ്കിലും വ്യാപകമായിട്ടുള്ള കയ്യേറ്റങ്ങൾ വ്യാപകമായിട്ടുണ്ട്. ഇപ്പം ഇസ്രയേലിൻ്റെ ഒരു അതിർത്തി മേഖലയിൽ നോക്കിയാൽ ഇപ്പോൾ ലെബനാൻ്റെ ദക്ഷിണ ലെബനാൻ ഒരർത്ഥത്തിൽ വലിയ ഭാഗം ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലാണ്. സിറിയയിലും ജോലൻ കുന്നിനപ്പുറത്തേക്കും ഇസ്രയേലിൻ്റെ നിയന്ത്രണങ്ങൾ വരുന്നു. ഗസയുടെ 60% ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇസ്രയേൽ അതിൻ്റെ ഒരു ഭൂവിസ്തൃതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിർത്തികൾ പല രാജ്യത്തിൻ്റെ 4 ഭാഗത്തേക്കൊന്ന് പറയാവുന്ന രൂപത്തിൽ വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഫലസ്തീൻ പ്രദേശങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ കാണുന്നത്. അപ്പം യഥാർത്ഥത്തിൽ പിന്നെ ഒരു വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ ആ ഒരു മൂവ്മെൻറ്റിന് സാധിച്ചു എന്നുള്ള വിലയിരുത്തൽ എത്രത്തോളം നമ്മുടെ ഒരു നിലവിലുള്ളൊരു യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഫലസ്തീൻ്റെ വിമോചനം എന്നുള്ളത് ഹമാസിന് മാത്രം പതിച്ചു കൊടുക്കുമ്പോഴുള്ള പ്രശ്നമാണിത്. യഥാർത്ഥത്തിൽ ഹമാസ് അവരുടെ ജോലി ചെയ്യുന്നു, പക്ഷെ ഇത് ഫലസ്തീനി ജനതയുടെ അല്ല, ലോകത്തിൻ്റെ വിഷയമാകേണ്ടതായിരുന്നു. കാരണം ലോകാടിസ്ഥാനത്തിൽ തന്നെ പിന്നെ വലിയ വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു, ഉപരോധം നടന്നുകൊണ്ടിരിക്കുന്നു, പ്രദേശങ്ങൾ കയറി. ഇപ്പം വെസ്റ്റ് ബാങ്കിനെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ പിന്നെ ഈ അധിനിവേശം നടക്കുന്നു. ഇസ്രായേലികൾ അവിടെ കയ്യേറിക്കൊണ്ടിരിക്കുന്നു, പല വീടുകളിലും കയ്യേറി ആളുകളെ പുറത്താക്കുന്നു. ഇതൊക്കെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പൂർണ്ണമായും പ്രശ്നം പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം തന്നെ ഇടപെടേണ്ടതുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള റിസൾട്ട് കാണേണ്ടതുമാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ യുദ്ധം അവസാനിച്ചു എന്നൊരു പേരിൽ പറയുക എന്നല്ലാതെ ഇതിൽ പിന്നിൽ ചില താല്പര്യങ്ങളുള്ളത്. ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ട്രംപ് പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ, ഗസയെ ഞാനൊരു വലിയൊരു ഈ ഒരു റിസോർട്ടാക്കി മാറ്റുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഉടനെ ബോർഡ് ഓഫ് പീസ് കമ്മിറ്റി ഉണ്ടാക്കി. ഇത് ട്രംപ് പ്രഖ്യാപിച്ചതാണ്. ട്രംപ് പ്രഖ്യാപിച്ചതിന് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടിയെന്നുള്ളത് UN 2803 നമ്പർ പ്രമേയത്തിലൂടെ UN രക്ഷാസമിതി ഈ ബോർഡിനെ അംഗീകരിച്ചു എന്നുള്ളതാണ്. അതാണ് മറ്റൊരു വലിയൊരു തട്ടിപ്പ് എന്ന് പറയുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് ട്രംപ് എന്ത് ചെയ്യുന്നത്, തൻ്റെ മരുമകനെയും അതുപോലെ തന്നെ മുമ്പ് തന്നെ ഇറാഖിൽ അധിനിവേശത്തിന് കൂട്ടുപിടിച്ച ടോണി ബ്ലെയർ, മുൻ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ടോണി ബ്ലെയർ, അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്നേക്കർ, ഇതുവരെയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് രാജ്യങ്ങളോടൊക്കെ ഇതിൽ ചേരാൻ പറയുകയാണ്. കുറേ രാജ്യങ്ങളിൽ ചേർന്നു. എന്നിട്ട് എന്താ, മൂപ്പരൊരു ഫീസും നിശ്ചയിച്ചു. അതിന് മെമ്പർഷിപ്പിന് കൊടുക്കേണ്ട പൈസ തന്നെ $1 ബില്യൺ. $1 ബില്യൺ കൊടുത്താൽ പിന്നെ 3 വർഷത്തിന് ആദ്യത്തെ 3 വർഷം എല്ലാ രാജ്യക്കാർക്കും തുടരാം. പക്ഷേ അതിനുശേഷം സ്ഥിരം മെമ്പർഷിപ്പ് വേണമെങ്കിൽ $1 ബില്യൺ കൊടുക്കണം. ഞാൻ അറിഞ്ഞിടത്തോളം ഗൾഫ് രാജ്യങ്ങൾ ഒക്കെ തന്നെ ഇതിൽ ചേർന്നുണ്ട്. അവരൊന്നും പൈസ കൊടുത്തിട്ടല്ല ചേർന്നത്, ഒരു തൽക്കാലമാണ്.
പിന്നെ ഏതോ 2 രാജ്യങ്ങൾ പൈസ കൊടുത്തിട്ട് ചേർന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ഇതിൽ ചേർന്നിട്ടില്ല. കാരണം അവർക്ക് ഇത്തിരി പൈസ കൊടുത്തിട്ട് ചേരാൻ അവർക്ക് ആഗ്രഹമില്ല. കാരണം ഇത് എന്താ പറയുക, ഒരു റിയൽ എസ്റ്റേറ്റ് പരിപാടി പോലെയാണ്. ഇയാളെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇയാൾ സ്വയം തന്നെ ട്രംപ് ഇതിനെ ചെയർമാനെ അവരോധിനായി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കിടക്കാൻ അറിയാം, ട്രംപിന് 2 കൊല്ലം കൂടിയ കാലാവധിയുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞാൽ ഇനി ട്രംപ് പ്രസിഡന്റ് ആകാൻ പോകുന്നില്ല, ഇനി മത്സരിക്കാനും പറ്റുകയും ചെയ്യില്ല അദ്ദേഹത്തിന്. അല്ല 2 ടേം കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇയാൾ തുടരുക? അപ്പോൾ അതിന് കമ്മിറ്റി എന്ന് വേണ്ടേ? ഇതൊക്കെ ഏകാധിപത്യമായി ഉണ്ടാക്കിയത്. അതിൽ കുറേ ആളിൽ വീണുപോയി, കുറേ രാജ്യങ്ങളൊക്കെ പെട്ടെന്ന് ചാടി വീണു. എന്നിട്ട് ട്രംപ് പറഞ്ഞെന്താ, ഞങ്ങൾ 10 ബില്യൺ ഡോളർ ഞങ്ങൾ തരാം, മറ്റു രാജ്യങ്ങളൊക്കെ ചേർന്ന് $7 ബില്യൺ കൊടുക്കാമെന്ന്. ഇങ്ങനെ കൊടുക്കാമെന്ന് പറയാമെന്നില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗസയിൽ ഇപ്പോഴും എന്താ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ, വെടിനിർത്തലുണ്ടായിട്ട് ഇപ്പോൾ 1100 ആളുകളെ ഇസ്രായേൽ കൊന്നു. വെടിനിർത്തലിന് ശേഷവും ലോകത്തെവിടെ ഇങ്ങനെ കാണില്ല. വെടിനിർത്തലിന് ശേഷം ഇത്ര ആളുകൾ കൊല്ലപ്പെടുന്നു. അത് ഇത്ര മാസങ്ങളായിട്ടുള്ളൂ. ഇപ്പോഴും നടക്കുന്നു. അതുപോലെ തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വെസ്റ്റ് ബാങ്കിൽ അവിടെ നടക്കുന്ന ആക്രമണങ്ങൾ തുടരും. ജനീനിലൊക്കെ ക്യാമ്പിൽ, ഫലസ്തീനി ക്യാമ്പിലൊക്കെ കയറിയിട്ട് ഇപ്പോഴും മാക്സിമം അവിടെ കയറിയിട്ട് അവർ അതിക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആളെ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം നിൽക്കുമ്പോൾ ഒരു ഹമാസ് വിചാരിച്ചാൽ മാത്രം നടക്കില്ല. പക്ഷേ നടക്കണമെങ്കിൽ മറ്റ് രാജ്യങ്ങളും കൂടി രംഗത്ത് വരേണ്ടത്. അതാണ് ചില കൂട്ടായ്മകൾക്ക് വരുന്നുണ്ട്. ആ കൂട്ടായ്മകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഇറാൻ യുദ്ധം, ഗസ യുദ്ധം, ഇതൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യ ഒരു പുതിയൊരു സെക്യൂരിറ്റി ഡീല് എത്തിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനും തുർക്കിയും ഒക്കെ ആയിട്ട്. അതൊരു മേജർ ഡീലാണെന്നാണ് അതിൻ്റെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഏതായാലും അത് ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ മറ്റു രാജ്യങ്ങളൊക്കെ സ്വന്തം രാജ്യത്തെ ആക്രമിച്ചതുപോലെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ നടത്തുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊരു യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗൾഫ് രാജ്യങ്ങളുടെ ഒരു സെക്യൂരിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് അമേരിക്ക തന്നെയായിരുന്നല്ലോ. അതിൽ നിന്ന് പിന്നെ പുതിയ ചില അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവായിട്ടുള്ള ചില സഖ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് ഈ ഒരു പശ്ചിമേഷ്യയിലെ ഈ മൊത്തം സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും. ഇത് സൗദിയെയും തുർക്കിയെയും പാകിസ്ഥാനും ചേർന്ന് ഒപ്പിട്ട ഒരു ഡിഫൻസ് കരാർ, അതാണല്ലോ താങ്കൾ സൂചിപ്പിച്ചത്. കഴിഞ്ഞ കൊല്ലം പാകിസ്ഥാനും സൗദിയും തമ്മിൽ മറ്റൊരു കരാർ ഒപ്പിട്ടിരുന്നു ഇതുപോലുള്ള. പരസ്പരം ആരെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചും അവരെ ആക്രമിക്കുന്നതാണ്. ഇത് ഈ 3 രാജ്യങ്ങളും ചേർന്ന കരാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലോസ് എന്ന് പറയുന്നത് നാറ്റോൻ്റെ ഘടനയിൽ പറയുന്ന 5-ാം ഖണ്ഡികയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നാറ്റോയിലെ രാജ്യത്തെ ആക്രമിച്ചാൽ മറ്റു രാജ്യങ്ങളും അതേപോലെ. അതുകൊണ്ടാണ് ഇതിനൊരു ഇസ്ലാമിക് നാറ്റോ അല്ലെങ്കിൽ മുസ്ലിം നാറ്റോ എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ സത്യത്തിൽ പുതുമുള്ളതല്ല. ഒരുപാട് കൂട്ടായ്മകൾ ഗൾഫിൽ വന്നിട്ടുണ്ട്. ഗൾഫെല്ലാം മിഡിൽ ഈസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പം 47 അറബ് ലീഗ് വന്നത് തന്നെ ഇസ്രായേലിനെതിരെയുള്ള ഒരു കൂട്ടായ്മ എന്നുള്ളതാണ് അറബ് ലീഗ് വന്നത്. പിന്നീട് പല കൂട്ടായ്മകളുണ്ടായി. 1980 60 ആണല്ലോ ഒപ്പെക്ക് വന്നത്. ഒപ്പെക്ക് പോലും യഥാർത്ഥത്തിൽ ഈ 2 രാജ്യങ്ങളെ സംഘടന ഉണ്ടാക്കാനുള്ള കാരണം പോലും യഥാർത്ഥത്തിൽ ഈ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നടത്തുന്ന ആ അധികാരത്തോടുള്ള ആ അധികാരത്തിന് കുറക്കുവാനും ഒരു ശക്തിയുക്തം മുന്നോട്ട് പോകുവാനുമാണ്. പക്ഷെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒപെക്കിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ പിൻവാങ്ങി. ഖത്തറും പിൻവാങ്ങി, രാഷ്ട്രീയ കാരണങ്ങളാണ്. UAE പിൻവാങ്ങി. ഇപ്പോൾ സൗദിയുടെ നേതൃത്വത്തിലാണ് അത് ഉള്ളത്. വെനിസ്വേലയാണ് രൂപീകരണത്തിനുണ്ടായിരുന്ന വെനിസ്വേലയും സൗദി അറേബ്യയും ഇറാഖും ഇറാനുമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ അതിലുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത്, പുതിയൊരു സഖ്യം ഉണ്ടാവുന്ന യഥാർത്ഥത്തിൽ അതൊരു പോസിറ്റീവ് വശമായിട്ടാണ് പൊതുവെ നിരീക്ഷകർ പറയുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അമേരിക്ക ഇത്രയും കാലം അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ മിഡിൽ ഈസ്റ്റിലെ, പ്രത്യേകിച്ചിട്ട് വെസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങൾ നിലനിന്നിരുന്നത്. അമേരിക്ക അവർക്ക് സുരക്ഷ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയുടെ താവളങ്ങൾ ഉണ്ടായത്. ഈ താവളങ്ങൾ പോറ്റിയതുകൊണ്ട്, അല്ലെങ്കിൽ ആ താവളങ്ങൾക്ക് അവസരം കൊടുത്തതുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ മെച്ചമുണ്ടായിട്ടുണ്ടോ? ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ മറുപടി. ഇപ്പോൾ ഖത്തറിനെ സംബന്ധിച്ചുള്ള ഖത്തർ അമേരിക്കയിൽ മേഖലയിൽ ഏറ്റവും വലിയ താവളം, ഉദയ്ദ താവളം ഖത്തറിലാണ്. ആ ഉദയ്ദ താവളം ഉണ്ടായ ഖത്തറിലാണ് ഇസ്രായേൽ ഖത്തറിൽ അറ്റാക്ക് നടത്തുന്നത്. എന്തെങ്കിലും അമേരിക്ക ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അതൊക്കെ വെറും നുണയാണെന്ന് നമുക്കറിയാം. അപ്പോൾ
ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ഇറാനും ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെട്ട യുദ്ധത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഒരു കക്ഷിയേ അല്ല, മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾ കക്ഷിയേ അല്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ചോളം അവർക്കെതിരെ അറ്റാക്ക് വന്നാൽ അവർ അമേരിക്കയുടെ ടാർഗറ്റായി കാണുന്നത് ഈ രാജ്യങ്ങളുടെ താവളങ്ങളാണ്. അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അമേരിക്ക സംരക്ഷിക്കേണ്ടതാണ് ആരെ? ഈ ഗൾഫ് രാജ്യങ്ങളെ. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് ട്രംപ് ഇനി ഇറാൻ തൽക്കാലം ഞാൻ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് മുമ്പ് സൗദി അറേബ്യയിലെ ഡിഫാക്ടോ റൂളർ എന്നറിയപ്പെടുന്ന MBS അദ്ദേഹം ട്രംപുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ മേഖലയിൽ ഈ പ്രശ്നം ഉണ്ടാവാതിരിക്കണം, കാരണം ഇത് ചർച്ചയിലൂടെ പരിഹരിക്കണം, ആക്രമണം ഒന്നിനും പരിഹാരമല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഈ പിൻവലിച്ചെന്നു ട്രംപ് അക്രമം ഇല്ല എന്നും പറഞ്ഞത്. അപ്പോൾ സൗദിയെ സംബന്ധിച്ചിടത്തോളം മേഖലയിൽ ഏറ്റവും ശക്തമായ ഒരു രാജ്യമാണ്, സാമ്പത്തികമായി വളരെ ഉന്നതിയുള്ള രാജ്യമാണ്. അതുപോലെ തന്നെ തുർക്കിയ എന്ന് പറയുന്നത് സൈനിക ശക്തിയാണ്, ഡ്രോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു രാജ്യമാണ് തുർക്കിയ. നാറ്റോയിലെ 2ാമത്തെ പ്രമുഖ ശക്തിയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലോകത്ത് നിലവിലുള്ള ഏക അണുവായുധമുള്ള ഏക മുസ്ലിം രാജ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 3 സംഭവങ്ങൾ ഒന്നിച്ചു വരുന്നു. അമേരിക്കയുടെ സ്വാധീനം, അതായത് അമേരിക്ക ഞങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞ ആ സുരക്ഷിതത്വമെന്ന ഉറപ്പൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അമേരിക്കയെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്ന ഒന്നാണ് അതിനൊരു കാരണം. 2ാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അതാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഇസ്രായേൽ എന്ന പദ്ധതിയിൽ തുർക്കിയെയും ഉൾപ്പെടും. തുർക്കിയുടെ ഒരു ഭാഗവും സൗദിയുടെ ഭാഗമൊക്കെ അവർ ഇയാൾ UN കാണിച്ച മാപ്പിൽ അതൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇസ്രായേലുമായിട്ട് തുർക്കി നേരത്തെ തുർക്കി ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള രാജ്യമായിരുന്നു. അത് പല ഘട്ടങ്ങളിലും ശക്തമായ എതിർപ്പ് വന്നു. ഈ നയതന്ത്ര ബന്ധം തൽക്കാലം വിഡ്രോ ചെയ്ത സംഭവം ഉണ്ടായി. പക്ഷേ അതുകൊണ്ട് തുർക്കിയും ഈ വിഷയത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണം പോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അത് ഉപകാരപ്പെടും എന്നതുകൊണ്ടാണ് തുർക്കിയും ഇതിൽ ചേർന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു വിഷയമുള്ളത്, ഇതൊന്നും നമ്മൾ എക്കാലവും നിലനിൽക്കും എന്നുള്ളതൊന്നും ഓർപ്പിക്കാൻ പറ്റില്ല. ഞാൻ നേരെ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ് നമ്മുടെ ജിയോ പൊളിറ്റിക്സിലെ മാറ്റം. ഇപ്പോൾ തുർക്കിയും ഇസ്രായേലും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. ഇപ്പം മാവി മർമറ എന്ന കപ്പലിൽ കമാൻഡോകൾ ഈ ഗസയിലേക്ക് സാധനങ്ങളുമായി പോയ തുർക്കി എന്ന കപ്പലിനെ അറ്റാക്ക് ചെയ്തതിൻ്റെ പ്രശ്നത്തിൽ തുർക്കി നയതന്ത്രബന്ധം വിച്ഛേദിച്ചിരുന്നു. മാത്രമല്ല അന്ന് ഡാവോസിലെ ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ എർദോവാന് തൊട്ടടുത്തിരുന്ന അന്നത്തെ ഇസ്രായേലി പ്രസിഡന്റ് ഷിമോൺ പെരസിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞ എർദോവാനാണ് പിന്നീട് ഒരു 4 വർഷം മുമ്പ് UN വെച്ചിട്ട് നെതന്യാഹുമായിട്ട് ചർച്ച നടത്തുകയുണ്ടായി. നമ്മൾ കാണാതിരുന്നുകൂടാ. എന്നിട്ട് പറഞ്ഞത് അടുത്ത 6 മാസത്തിനുള്ളിൽ ഞാൻ ജെറൂസലം സന്ദർശിക്കും എന്നുവരെ പറഞ്ഞതാണ്. അപ്പോഴാണ് ഈ തൂഫാൻ ലക്സ ഉണ്ടാകുന്നത്. പിന്നീട് ചിത്രം മാറി. പിന്നെ നെതന്യാഹുവിൻ്റെ ശക്തനായ വിമർശകനായിട്ട് എർദോവാൻ മാറുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതിന്. പക്ഷേ എന്നിരുന്നാലും അമേരിക്കയിൽ ഈ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് അമേരിക്കയിൽ അവിശ്വാസമുണ്ടായി എന്നതാണ് ഈ തെളിയിക്കുന്നത്. പിന്നെ ഇതിനോടൊപ്പം കൂടി ഇപ്പം ഇവർ പറഞ്ഞു, തുർക്കി പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് ഓപ്പണാണ്, ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ഉള്ളതല്ല, ഇതിൽ ആർക്കും ചേരാം, പ്രത്യേകിച്ച് ഈജിപ്തിനെയും ഒക്കെ ഇതിൽ ചേരാൻ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈജിപ്ത് ചേരുന്നതിനോട് സൗദിക്ക് താല്പര്യമില്ല എന്നാണ് മറ്റൊരു റിപ്പോർട്ട് കാണിക്കുന്നത്. തുർക്കിയെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇറാനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയും പാകിസ്ഥാനും ഇറാൻ്റെ 2 അതിരുകളാണ്. അതായത് വടക്ക് പടിഞ്ഞാറ് ആണ് തുർക്കിയെങ്കിൽ കിഴക്ക് ഭാഗത്ത് പാകിസ്ഥാനാണ് ഇറാൻ്റെ അതിർത്തി. ഇനി സൗദിയുമായിട്ട് ഡയറക്റ്റ് ലാൻഡ് അതിർത്തി ഇല്ലെങ്കിലും തൊട്ടപ്പുറമുള്ള ഗൾഫ്, പേർഷ്യൻ ഗൾഫ് എന്ന് ഇവർ പറയുന്ന ഗൾഫ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സൗദിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ഇവരെ 3 ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ്. പക്ഷേ ഈ ഹക്കാൻ ഫിദാന് തുർക്കിയ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇത് ഇറാനെതിരെയുള്ള ഒന്നുമല്ല, ഇത് ഞങ്ങൾക്ക് ഒരു മേഖലയിലുള്ളൊരു പരസ്പരം സഹകരിക്കുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ പല സംവിധാനം എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഇത് കണ്ടാൽ മതി എന്നാണ് എനിക്കും തോന്നുന്നത്. പിന്നെ എന്തെങ്കിലും അറ്റാക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിരോധിക്കാനുള്ള ഒരു വകുപ്പ് 3 രാജ്യങ്ങൾക്കും ഉണ്ടാകും. പക്ഷെ അതുപോലും എത്രത്തോളം ഫലപ്രദമാകുന്നു നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ എങ്ങനെ ഇടപെടും, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ നാറ്റോയിലുള്ള രാജ്യങ്ങൾ തന്നെ തുർക്കിയെ എതിർക്കുന്ന രാജ്യങ്ങളുണ്ട്. അവരെ പരസ്പരം അറ്റാക്ക് ചെയ്യില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും
എത്രത്തോളം പിന്നെ പ്രാവർത്തികമാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു അമേരിക്കയുള്ള ഒരു ഡെറ്ററിൻ്റെ തന്നെയല്ല, അമേരിക്കയുടെ ഈ പിന്നെ എല്ലാ കാലവും മേഖലയെ പൂർണ്ണമായി കയ്യിലെടുക്കാമെന്നുള്ള അമേരിക്കയുടെ നിലപാടിനെതിരെയുള്ള ഒരു നീക്കമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാവുന്നതാണ്. നമുക്ക് പിന്നെ അവസാനിപ്പിക്കാൻ തോന്നുന്നു 2 കാര്യങ്ങൾ. ഒന്നിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഇപ്പോൾ അമേരിക്കയുമായും ഇസ്രയേലുമായും അടുത്തുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തണം എന്ന് താല്പര്യപ്പെടുന്ന രാജ്യങ്ങളും, അതുപോലെ തന്നെ അതല്ലാത്ത ബദൽ സഖ്യങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തുന്നത് ആലോചിക്കുന്ന രാജ്യങ്ങൾ, ഇങ്ങനെ 2 തരത്തിലുള്ള ആലോചന നടത്തുന്ന രാജ്യങ്ങൾ ഗൾഫ് മേഖലയിലുണ്ട് എന്ന് തന്നെയല്ലേ കാണുന്നത്. അതെ, ഒരു കാര്യം അതാണ്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ഈ ഒരു യുദ്ധത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ മലയാളികളൊക്കെ പ്രവാസികളായിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് മലയാളികൾ ജീവിക്കുന്ന ഒരു നാടുകളാണ്. അപ്പം അവിടുത്തെ ഒരു സാമ്പത്തിക മേഖലയെ ഇപ്പോൾ പലരും വിലയിരുത്തുന്നത് യുദ്ധം സ്വാഭാവികമായിട്ടും ചില സാമ്പത്തിക മേഖലയിലൊക്കെ കുറച്ചൊരു പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം ഒരു വലിയ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതകളില്ല എന്ന് തന്നെയല്ലേ കാണുന്നത്. യുദ്ധം എവിടെ നടന്നാലും ഏത് സമയത്ത് നടന്നാലും അത് ബാധിക്കുക സാധാരണ ജനങ്ങളെയാണ്. ഇപ്പോൾ സിവിലിയന്മാരെ ടാർഗറ്റ് ചെയ്തില്ല എന്നൊക്കെ പറയുകയാണെങ്കിലും സിവിലിയന്മാരാണ് അതിൻ്റെ പ്രയാസം അനുഭവിക്കുക. പിന്നെ ചില രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറക്ക് തന്നെ വലിയ നഷ്ടം സംഭവിക്കും. ഇപ്പം ഇറാൻ പിന്നെ യുദ്ധം യഥാർത്ഥത്തിൽ ഡയറക്റ്റ് ഇറാനും ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെട്ടതായിട്ട് പോലും നമ്മളെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എണ്ണ വിതരണം തടസ്സപ്പെടുന്നപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പിന്നെ ഭക്ഷണ വർദ്ധിച്ചു, ഗ്യാസ് കിട്ടാതായിരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും അത് നടക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങൾ ഇത് വലിയ പ്രയാസം സൃഷ്ടിക്കും. ചില ഗൾഫ് രാജ്യങ്ങളിലെങ്കിലും കുറേ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ഇതിൽ കുറേ കമ്പനികൾ അടച്ചു പൂട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവങ്ങൾ വന്നു. പക്ഷേ ഇത് 1990 പിന്നെ 91 ഈ സദ്ദാം ഹുസൈൻ്റെ കുവൈത്ത് അധിനിവേശം നടന്ന സമയത്ത് ഉണ്ടായതുപോലെയുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അത്രത്തോളം വന്നിട്ടില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ എല്ലാ ചരിത്രവും പരിശോധിക്കുമ്പോൾ ചില സമയം കഴിഞ്ഞാൽ അത് വീണ്ടും റിക്കവർ ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഖത്തറിനെതിരെ പിന്നെ ചില രാജ്യങ്ങൾ, മേഖലയിലെ ചില രാജ്യങ്ങൾ, സൗഹൃദ രാജ്യങ്ങൾ തന്നെയാണ് അവർ ഉപരോധം ഏർപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉപരോധം ഉണ്ടായെങ്കിലും അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ കാരണം ആ ഉപരോധത്തിൻ്റെ പ്രയാസങ്ങൾ അവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് വിദേശികൾ, അനുഭവിക്കാതിരിക്കാൻ അവർ കാര്യമായ ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഉൽപ്പന്നങ്ങൾ പിന്നെ കിട്ടുന്നിടത്ത് നേരത്തെ വന്നു. മാത്രമല്ല തങ്ങൾ ഉൽപ്പാദിപ്പിക്കാത്ത മേഖല പോലും അവർ ഉൽപ്പാദനം തുടങ്ങി. ഇപ്പോൾ നമുക്കറിയാമല്ലോ, മിൽക്ക്, പാൽ ഉൽപ്പാദനമൊക്കെ, ഡയറി പ്രൊഡക്ട്സൊക്കെ സ്വന്തം ഉൽപ്പാദനം തുടങ്ങി. അതുവരെ അവിടെ ചെറിയൊരു കമ്പനി ഉണ്ടെന്നല്ലാതെ. അപ്പോൾ അങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിനുശേഷമാണ് ലോകകപ്പ് തന്നെ ഒരു ആതിഥ്യം വരുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ അപ്പോൾ അത് അതിജീവിക്കാനുള്ള കരുത്ത് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ ഇത് മുന്നോട്ട് പോകും. പ്രത്യേകിച്ചിട്ട് യുദ്ധമില്ലാത്ത അതുകൊണ്ടാണ് ഈ പിന്നെ ചർച്ചകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട പ്രശ്നമാണ് ഉള്ളത്. അതിന് പിന്നെ ചില രാജ്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങൾ മേഖലയിലുണ്ട്, മുസ്ലിം രാജ്യങ്ങൾ പോലും ഉണ്ട്. പക്ഷെ അവരും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പിന്നെ പുനർവിചിന്തനത്തിന് തയ്യാറാവുകയാണ്. അതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.